of the government. To honor his wish, I disagree, but to honor his wish, I am going to read this paragraph. Hello, good evening. Shammi hero eda Shammi hero. അല്ലേ? ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു ന്യൂസിലൻഡുമായിട്ടുള്ള 2020 സൂപ്പർ ഓവറിൽ ഇന്ത്യ നേടിയ ത്രസിപ്പിക്കുന്ന വിജയം. അതിന് ഒടുവിലാണ് ഇപ്പോൾ വൈറലായിരിക്കുന്ന ഈ വീഡിയോ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇന്നത്തെ വാർത്താപ്പകൽ തുടങ്ങിയത് നാടകീയമായ സംഭവ വികാസങ്ങളോടുകൂടി നിയമസഭയിലാണ് അല്ലേ നിമി? അതെ, ഗവർണറുടെ നയപ്രഖ്യാപനം എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയായിരുന്നു ഇന്നലെ രാത്രി വരെ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചില സംഭവങ്ങളാണ് സഭയിൽ കാണാൻ കഴിഞ്ഞത്. അതെ, പ്രതിഷേധത്തിന് വഴിമുടക്കി പ്രതിഷേധമായി നിൽക്കുന്ന പ്രതിപക്ഷം സർക്കാർ പറഞ്ഞതുപോലെ താൻ വായിക്കുന്നു എന്ന് തൻ്റെ വിയോജിപ്പോടുകൂടി പറഞ്ഞ ഗവർണർ തങ്ങളുടെ ഭാഗം വായിക്കുന്നത് കേട്ട് പാരഗ്രാഫ് 18 വായിക്കുന്നത് കേട്ട് സന്തോഷിച്ച സർക്കാർ എല്ലാം ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലുണ്ടായിരുന്നു. വാർത്ത പകലൊടുങ്ങിയതാകട്ടെ ത്രസിപ്പിക്കുന്ന വിജയത്തോടു കൂടി. ഈ വാർത്തകളെല്ലാം നമുക്ക് സമഗ്രമായി ചേർത്ത് ആരംഭിക്കുകയാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ന്യൂസ് ട്രാക്ക് 1710. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആരംഭിക്കാം. നമുക്ക് പ്രധാന വാർത്തകളിൽ തുടങ്ങാം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സർക്കാർ വിമർശനങ്ങൾ ഉൾപ്പെടുത്തി ഗവർണറുടെ നയപ്രഖ്യാപനം. വിവാദ ഭാഗം വായിക്കുന്നത് വിയോജിപ്പോടെയെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. തീരുമാനം മുഖ്യമന്ത്രിയുടെ ആവശ്യം മാനിച്ച്. I am going to read this para because Honorable Chief Minister wants me to read. The Honorable Chief Minister himself has said in his letter that this is the view of the government. To honor his wish, I disagree, but to honor his wish, I am going to read this para. നിയമ ഭേദഗതിക്കെതിരായ സഭാപ്രമേയവും സുപ്രീം കോടതിയെ സമീപിച്ചതും പരാമർശ വിഷയം. പ്രസംഗത്തിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായി രൂക്ഷ വിമർശനവും. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണറെ നിയമസഭയിൽ തടഞ്ഞ പ്രതിപക്ഷം. ഗവർണറെ എതിരേറ്റത് ഗോ ബാക്ക് വിളികൾ. നടുത്തളത്തിൽ കിടന്ന പ്രതിഷേധക്കാരെ വാച്ച് ആൻഡ് വാർഡ് നീക്കിയത് ബലം പ്രയോഗിച്ച്. മുഖ്യമന്ത്രിയും ഗവർണറും നാടകം കളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. ലാവ്ലിൻ കേസിൽ നിന്നും തലയൂരാൻ മുഖ്യമന്ത്രി ഒത്തുകളിച്ചെന്നും രമേശ് ചെന്നിത്തല. സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് സ്പീക്കർ. വിയോജിപ്പ് രേഖകളിൽ ഉണ്ടാവില്ലെന്ന് നിയമമന്ത്രി AK ബാലൻ. കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ ചൈനയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. ചൈനയിലെ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഇന്ത്യൻ വിമാന കമ്പനികൾ റദ്ദാക്കുന്നു. വുഹാനിലെ 250 ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ എയർ ഇന്ത്യ വിമാനത്തിന് ചൈനയുടെ അനുമതി. ശ്മശാനമുഖമായിട്ടുള്ളൊരു നഗരമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പല ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മാസ്ക് പല ഷോപ്പിലും അവൈലബിൾ അല്ല. രോഗബാധിത മേഖലയിലെ ദുരിതം 24-മായി പങ്കുവച്ച മലയാളി കുടുംബം. പള്ളികളിലെ സ്ത്രീ പ്രവേശനം അനുകൂലിച്ച് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ഇസ്ലാം മതം സ്ത്രീകളെ വിലക്കുന്നില്ലെന്ന് സത്യവാങ്മൂലം. പ്രവേശനത്തിന് വിലക്കുണ്ടെങ്കിൽ അവഗണിക്കണം. സുപ്രീം കോടതിയിൽ നിലപാടറിയിച്ചത് വിശാല ബെഞ്ച് വാദം കേൾക്കാനിരിക്കെ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നാളെ മുതൽ. നടൻ ദിലീപിനെതിരെ പ്രോസിക്യൂഷന്റെ കടുത്ത വിമർശനം. വിചാരണ നീട്ടാൻ ദിലീപ് മനഃപൂർവ്വം ശ്രമിക്കുന്നു. പൾസർ സുനി ഭീഷണിപ്പെടുത്തിയെന്ന വാദം അടിസ്ഥാനരഹിതം. സുനി ദിലീപിനെ വിളിച്ചത് ക്വട്ടേഷൻ തുകയ്ക്ക് വേണ്ടിയാണെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ. നിർഭയ കേസിൽ വധശിക്ഷ വീണ്ടും വൈകും. പ്രതി വിനയ് കുമാർ ശർമ്മ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി. മറ്റൊരു പ്രതി മുകേഷ് കുമാർ സിംഗിന്റെ ദയാഹർജി തള്ളിയ നടപടി സുപ്രീം കോടതി പുനഃപരിശോധിക്കില്ല. രാഷ്ട്രപതിയുടെ നടപടിയിൽ പിഴവില്ലെന്ന് കോടതി.
സൂപ്പർ ഓവറിലേക്ക് നീണ്ട ഹാമിൽട്ടൺ 2020-ൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയമൊരുക്കിയത് രോഹിത് ശർമ്മയുടെ തകർപ്പൻ പ്രകടനം. ന്യൂസിലൻഡിൽ ഇന്ത്യക്ക് ആദ്യ 2020 പരമ്പര നേട്ടം. പുറത്ത് ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രിയൻ താരം ഡൊമിനിക് തീമിനോട് തോറ്റു. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച സർക്കാർ നിലപാട് വിയോജിപ്പോടെ വായിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സർക്കാർ വീക്ഷണമാണ് നയപ്രഖ്യാപനത്തിലെന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിന്നതിനാൽ വിയോജിപ്പുള്ള ഭാഗം വായിക്കുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിയോജിപ്പ് സഭാരേഖയിൽ ഉണ്ടാവില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി AK ബാലൻ വ്യക്തമാക്കി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കിയതും സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതുമായ നയപ്രഖ്യാപനത്തിലെ 18ാം ഖണ്ഡിക ഗവർണർ വിയോജിപ്പോടെ വായിച്ചു. എതിർപ്പറിയിച്ചിട്ടും മുഖ്യമന്ത്രി നിലപാടിൽ ഉറച്ചു നിന്നതിനാൽ ആ ഭാഗവും വായിക്കുകയാണെന്ന് ഗവർണർ. The Honorable Chief Minister himself has said in his letter that this is the view of the government. To honor his wish, I disagree, but to honor his wish, I am going to read this para. തുടർന്ന് ഗവർണർ പ്രസംഗത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പരാമർശങ്ങളിലേക്ക് കടന്നു. This August body unanimously passed a resolution requesting the central government to abrogate the Citizenship Amendment Act 2019, which my government believes goes against the cardinal principles underlying our constitution. നയപ്രഖ്യാപന പ്രസംഗത്തിലെ വിയോജിപ്പ് സഭാരേഖകളിൽ ഉണ്ടാവില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി AK ബാലൻ വ്യക്തമാക്കി. ഞങ്ങൾ എഴുതി കൊടുത്തത് വരും സഭാരേഖയിൽ ഇല്ല, അത് വരില്ലല്ലോ. സാമ്പത്തിക നയത്തിലും ഗവർണറുടെ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന് വിമർശനമുണ്ടായിരുന്നു. B ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി നിയമസഭയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടത് അസാധാരണവും അത്യപൂർവവുമായ പ്രതിപക്ഷ പ്രതിഷേധം. ഗവർണർക്ക് ഗോബാക്ക് വിളികളുമായി സഭാതലത്തിൽ നിലയുറപ്പിച്ച പ്രതിപക്ഷത്തെ ബലപ്രയോഗത്തിലൂടെ മാറ്റിയ ശേഷമാണ് നയപ്രഖ്യാപനം ആരംഭിക്കാനായത്. ഇതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങൾ താൻ കണ്ടിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നടപടിയോടുള്ള ഗവർണറുടെ പ്രതികരണം. ഗവർണറെ മടക്കി വിളിക്കണമെന്നാവശ്യപ്പെടുന്ന പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. മുദ്രാവാക്യം വിളികളുമായി സീറ്റുകൾ വിട്ടിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ ഗവർണർ കടന്നുവരുന്ന വഴി തടസ്സപ്പെടുത്തി നിന്ന് പ്രതിഷേധം തുടർന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും സഭാതലത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന ഗവർണറെ പ്രതിപക്ഷം തടഞ്ഞു. ഏറെ നേരം ഗവർണർക്ക് പ്രതിപക്ഷ പ്രതിഷേധം നേരിടേണ്ടി വന്നു. സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷവുമായി നടത്തിയ അനുനയ നീക്കങ്ങൾ പാളിയതോടെ വാച്ച് ആൻഡ് വാർഡ് പ്രതിപക്ഷ അംഗങ്ങളെ ബലം പ്രയോഗിച്ച് നീക്കി. ശേഷം വാച്ച് ആൻഡ് വാർഡിന്റെ സുരക്ഷാ വലയത്തിലാണ് ഗവർണർ പ്രസംഗത്തിനായി ഡയസിലേക്ക് എത്തിയത്. നയപ്രഖ്യാപനം ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭാകവാടത്തിലും പ്രതിഷേധം തുടർന്നു. സർക്കാരും ഗവർണറും തമ്മിൽ അന്തർധാര സജീവമെന്ന പ്രതിപക്ഷ നേതാവ്. ഗവർണറും മുഖ്യമന്ത്രിയും ബായി ആണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJPയുടെ സഹായം തേടുകയാണ് ഗവർണർ വഴി മുഖ്യമന്ത്രി ചെയ്യുന്നത്. മുഖ്യമന്ത്രി കാല് പിടിച്ചു, ഗവർണർ താൻ എതിർപ്പുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് പ്രമേയം വായിച്ചു. എന്ത് നാടകമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? പ്രതിപക്ഷ പ്രതിഷേധത്തോടുള്ള ഗവർണറുടെ പ്രതികരണം ഇങ്ങനെ. അതിനിടെ MLA-മാരായ അൻവർ സാദത്ത്, TV ഇബ്രാഹിം, എൽദോസ് കുന്നപ്പള്ളി, M വിൻസെന്റ് എന്നിവരെ വാച്ച് ആൻഡ് വാർഡ് മർദ്ദിച്ചെന്നാരോപിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കത്തു നൽകി. 24, തിരുവനന്തപുരം. മൂന്നു കൂട്ടർക്കും ഒരുപോലെ വിജയം അവകാശപ്പെടാവുന്ന സംഭവ വികാസങ്ങൾക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് ഗവർണർ ആശ്വസിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഭാഗം വായിച്ചത് സർക്കാരിന് നേട്ടമായി. പ്രതിഷേധം ശക്തമാക്കി ഗവർണറെയും സർക്കാരിനെയും ഒരേപോലെ പ്രതിരോധത്തിലാക്കിയെന്ന് പ്രതിപക്ഷത്തിന് ആവേശമേറ്റുന്നു. നയപ്രഖ്യാപനത്തിലെ വിയോജിപ്പുള്ള ഭാഗങ്ങൾ വായിക്കാതെ വിടാനായിരുന്നു ഗവർണറുടെ ആദ്യ തീരുമാനം. എന്നാൽ നയപ്രഖ്യാപനം അതേപടി വായിക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ മുഖ്യമന്ത്രി നൽകിയ കത്താണ് വഴിത്തിരിവായത്. മുഖ്യമന്ത്രിയുടെ ആവശ്യം മാനിച്ചപ്പോഴും ഉള്ളടക്കത്തിലെ വിയോജിപ്പ് ഗവർണർക്ക് സഭയിൽ രേഖപ്പെടുത്താനായി. പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സന്ദേശമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ സാഹചര്യത്തിലാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് പുറത്തുള്ള പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ലെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്തു നൽകിയത്. അവസാന നിമിഷത്തെ ഇടപെടൽ വിവാദ ഭാഗങ്ങൾ വായിക്കാൻ ഗവർണറെ നിർബന്ധിതനാക്കിയത് മുഖ്യമന്ത്രിയുടെ നേട്ടമായി ഭരണപക്ഷം ഉയർത്തിക്കാട്ടുന്നു. ഗവർണർ നിലപാട് മാറ്റിയില്ലെങ്കിലും സർക്കാരിന്റെ അഭിപ്രായം സഭയിൽ വായിച്ചത് നേട്ടമായി തന്നെയാണ് വിലയിരുത്തുന്നത്.
എന്നാൽ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അത് ഈ പ്രസംഗം വായിക്കാതെ വിട്ടിരുന്നെങ്കിൽ ഇത്ര മോശമല്ലായിരുന്നു. ഇത് ഞാനിത് വായിക്കുന്നത് ഒരാൾ പറഞ്ഞതുകൊണ്ടാണ്, ആർക്കാനും വേണ്ടി വായിക്കുകയാണ്. എന്നാൽ എൻ്റെ നിലപാട് ഇത് എന്ന് നിയമസഭയുടെ മുമ്പിൽ പറഞ്ഞത് അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്കില്ലെന്ന പ്രഖ്യാപനത്തിന്റെ പേരിൽ പഴികേട്ടിരുന്ന പ്രതിപക്ഷത്തിന് ഗവർണറെ തടഞ്ഞുള്ള പ്രതിഷേധം നൽകുന്ന ഊർജം ചെറുതല്ല. പ്രത്യേകിച്ചും ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ചെന്നിത്തലയുടെ പ്രമേയം വരാനിരിക്കെ ഗവർണറും സർക്കാരും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണവുമായി കളം നിറയാൻ തന്നെയാണ് UDF തീരുമാനം. തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. നയപ്രഖ്യാപനത്തിനെത്തിയ ഗവർണർക്ക് നേരെയുണ്ടായ പ്രതിഷേധം സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ഗവർണറുടെ പരാമർശം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായി സഭാരേഖകളിൽ ഉണ്ടാവില്ലെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറെ തിരികെ വിളിക്കണമെന്ന കോൺഗ്രസ് പ്രമേയത്തിൽ വെള്ളിയാഴ്ച തീരുമാനമെടുക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലായിരുന്നു, നിർഭാഗ്യകരമായൊരു സംഭവമായി. പക്ഷേ പ്രതിപക്ഷം എങ്ങനെ പ്രതിഷേധിക്കണമെന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടേ കാണാൻ പറ്റും. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം അത് പറഞ്ഞത്. നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് തയ്യാറാക്കിയത് അദ്ദേഹം അംഗീകരിക്കുകയും വായിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു കമൻറ്റാണ്. ആ കമൻറ്റ് യഥാർത്ഥത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തിയതിന് ശേഷം തീരുമാനം പറയാൻ പറ്റും. സഭയ്ക്കുള്ളിൽ ഇത് ആദ്യമായിട്ടല്ല ഗവർണറെ പ്രതിപക്ഷം തടയുന്നത്. ഇതിനു മുമ്പും നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ഗവർണർമാരെ തടഞ്ഞിട്ടുണ്ട്. 1974-ലും 1995-ലുമായിരുന്നു അത്. ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിയമസഭാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെ അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഓർമ്മപ്പെടുത്തും. 1974 ഗവർണർ NN വാൻചുവിനെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ തടഞ്ഞത്. 95-ൽ K. കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഗവർണർ B. രാജയ്യയെ തടഞ്ഞത്. ഇത്തവണത്തെ പോലെ അന്നും ഗവർണർ കടന്നുവരുന്ന വഴിയിൽ പ്രതിപക്ഷം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ചേംബർ വഴിയാണ് അന്ന് ഗവർണർമാർ സഭയ്ക്കുള്ളിൽ കയറിയത്. 1982, 1995, 2002, 2009 വർഷങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കാൻ ഗവർണർമാർക്ക് കഴിഞ്ഞിട്ടില്ല. പശ്ചിമബംഗാൾ ഗവർണർ നയപ്രഖ്യാപനത്തിലെ ഒരു ഭാഗം ഒഴിവാക്കിയത് കേരള നിയമസഭ ചർച്ച ചെയ്ത സംഭവമുണ്ട്. 1969-ൽ മുഖ്യമന്ത്രി EMSന്റെ പ്രമേയത്തെ തുടർന്നായിരുന്നു പ്രത്യേക ചർച്ച. 1970-ലാണ് നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി നയപ്രഖ്യാപന പ്രസംഗം പ്രതിപക്ഷ കക്ഷികൾ ബഹിഷ്കരിച്ചത്. ഭരണഘടനയുടെ അനുച്ഛേദം 176 അനുസരിച്ച് ഗവർണറുടെ നയപ്രഖ്യാപനം ഒഴിവാക്കാനാകാത്തതാണ്. റിസർച്ച് ഡെസ്ക്, 24. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നടന്ന കരിങ്കോടി പ്രതിഷേധം അടക്കമുള്ള കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. Z+ കാറ്റഗറി സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്ക് മാത്രം 50ഓളം ഉദ്യോഗസ്ഥർ ഗവർണർക്കൊപ്പമുണ്ടാകും. രാജ്ഭവൻ പരിസരത്തും കർശന നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം. പ്രത്യേക സുരക്ഷാ മേഖല എന്ന ബോർഡ് രാജ്ഭവന് സമീപം സ്ഥാപിച്ചു. സുരക്ഷാ മേഖലയെങ്കിലും നേരത്തെ അറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നില്ല. രാജ്ഭവന്റെ കവാട പരിസരത്ത് ഇനി മുതൽ പ്രകടനങ്ങളും അനുവദിക്കില്ല. ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 132ആയി. 6052 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഹുബായ് പ്രവിശ്യയിൽ മാത്രം 840 പേർക്കാണ് പുതുതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ടിബറ്റിലെ സ്വയംഭരണ പ്രദേശങ്ങളിലും ഒരാൾക്ക് വൈറസ് ബാധ സംശയിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ ജപ്പാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. അമേരിക്കയുടെ 240 പൗരന്മാരുമായി പ്രത്യേക വിമാനം വുഹാനിൽ നിന്ന് യാത്ര തിരിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അറിയിച്ചു. മലേഷ്യയിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7ആയി. കൊറോണ വൈറസിനെ തുടർന്ന് ചൈനയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. ചൈന അന്തിമ അനുമതി നൽകാത്തതാണ് വിമാനം പുറപ്പെടാൻ വൈകുന്നത്. ഇതിനിടെ ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി. ചൈനയിലെ വുഹാനിലും ഹുബായ് പ്രൊവിൻസിലും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തുടരുകയാണ്. പകർച്ചവ്യാധി മേഖലയിൽ നിന്ന് കൂട്ടത്തോടെ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് ലോകാരോഗ്യ സംഘടന എതിർത്തതാണ് ചൈനയുടെ അന്തിമ അനുമതി ലഭിക്കുന്നത് വൈകാൻ കാരണം. 2 വിമാനങ്ങൾ അയക്കാനാണ് ശ്രമം. ബീജിംഗിലുള്ള ഇന്ത്യൻ എംബസി ചൈനീസ് അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. മധ്യപ്രദേശിൽ കൊറോണ ബാധയെന്ന സംശയത്തെ തുടർന്ന് ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡൽഹിയിൽ 3 പേർ നിരീക്ഷണത്തിലാണ്. ഇതുവരെ പരിശോധിച്ച 27 സാമ്പിളുകളുടെ ഫലം നെഗറ്റീവായിരുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. ചൈനയിൽ സന്ദർശനം നടത്തുന്നത് വിലക്കി വീണ്ടും വിദേശകാര്യ മന്ത്രാലയം യാത്രാ മുന്നറിയിപ്പ് പുറത്തിറക്കി.
ഇതിനിടെ ചൈനയിലേക്കുള്ള ചില വിമാനങ്ങൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി. ഡൽഹി, ബംഗളൂർ എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ ജീവനക്കാരുടെ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് എയർ ഇന്ത്യ നിർദ്ദേശിച്ചു. 24 ഡൽഹി. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിൽ 806 പേർ നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യവകുപ്പ്. 10 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. 6 പേരുടെ ഫലം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിക്കാനുണ്ടെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഇതുവരെ 19 പേരെയാണ് സംസ്ഥാനത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ 9 പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 10 പേരാണ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. 796 പേർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 173 പേർ ഇന്ന് വന്നവരാണ്. 16 പേരുടെ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്നു. ഇതിൽ 10 പേരുടെ ഫലം നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 പേരുടെ കൂടി ഫലം വരാനുണ്ട്. ചൈനയിൽ നിന്നും വരുന്നവർ മറ്റ് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാതെ നേരെ വീടുകളിലെത്തി സ്വയം പ്രതിരോധം തീർക്കണം. വീടിനുള്ളിൽ ആരുമായി സമ്പർക്കമില്ലാതെ ഒരു മുറിയിൽ തന്നെ 28 ദിവസം കഴിയണമെന്നാണ് നിർദ്ദേശം. പനി, ചുമ, ശ്വാസതടസ്സം എന്നീ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക ചികിത്സാ സംവിധാനവുമായി നേരിട്ട് ബന്ധപ്പെട്ട ശേഷം അവിടെ എത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. ചൈനയിലാണെങ്കിൽ ഇപ്പോൾ ധരിക്കാൻ മാസ്ക് പോലും കിട്ടാത്ത അവസ്ഥയാണെന്നാണ് ആളുകൾ പറയുന്നത്. 24 വേണ്ടി ഈ കൊറോണ ബാധ പടർന്നു പിടിച്ച സ്ഥലത്ത് കുടുങ്ങിയ മലയാളി കുടുംബം നേരത്തെ ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഹോട്ടൽ പൂട്ടുകയാണെന്നാണ് ഈ മലയാളി കുടുംബം പറയുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാണ് സിസോ കോസ്മെറ്റിക്സ് CEO ഗിരീഷ് ചേരിയിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ചൈനീസ് സുഹൃത്ത് എത്തിയാൽ ഉടൻ നാട്ടിലേക്ക് തിരിക്കാനാണ് ഇവരുടെ തീരുമാനം. 24 വേണ്ടി ഗിരീഷ് ചേരിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊറോണ ബാധ പടർന്നു പിടിച്ച വുഹാനിൽ നിന്ന്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റെൻഹെ എന്ന പട്ടണത്തിലാണ്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരത്താണ്. ഈ കാണുന്നത് എയർപോർട്ട് റോഡാണ്. ഞങ്ങൾ ജനുവരി 18 ഇവിടെ ഗോങ്ഷിൽ വന്നിട്ട് 20-ാം തീയതി രാവിലെ ഞങ്ങൾ ലാസയ്ക്ക് പോയി. എവറസ്റ്റ് സന്ദർശനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജനുവരി 27 ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇത് ശ്മശാനമുഖമായിട്ടുള്ളൊരു നഗരമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പല ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മാസ്ക് പല ഷോപ്പിലും അവൈലബിൾ അല്ല. സാധാരണഗതിക്ക് ഇതിപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ആണ് 25-ാം തീയതി മുതൽ. അപ്പോൾ ഈ ചൈനീസ് ന്യൂ ഇയർ ഭയങ്കര സംഭവമായിരിക്കും. എപ്പോഴും റോഡ് നിറച്ച് ജനങ്ങളും. ഇവിടെ ഏതാണ്ട് ജനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടി എന്നുള്ള മനസ്സിലാക്കുന്നത്. എൻ്റെ ഹോട്ടലിൽ നിന്ന് തന്നെ ഉച്ചയ്ക്ക് അറിയിച്ചു ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് പൂട്ടുകയാണ്. അപ്പോൾ ഒരു 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണം ഞാനിപ്പോൾ സംഘടിപ്പിക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. 29 ആയപ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ആളുകളൊക്കെ കുറച്ചായിട്ട് റോഡിൽ ഇറങ്ങി തുടങ്ങി. മിക്കവാറും എല്ലാ ചൈനീസ് സുഹൃത്തുക്കളായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരെല്ലാം ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിശ്വാസം മിക്കവാറും ഒരാഴ്ചക്കകത്തത് നിയന്ത്രണ വിധേയമാകുമെന്നും എല്ലാം പഴയ പോലെ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് തന്നെയാണ്. എന്തായാലും ശരി, അവരുടെ ശുഭാപ്തി വിശ്വാസം തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നിരവധി ജീവനുകൾ കവർന്ന കൊറോണ വൈറസ് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അതിവേഗം പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ലോകത്തിന്റെ കയ്യടി നേടുകയാണ് ചൈന. 1000 വൈറസ് ബാധിതരെ വീതം ഒരേ സമയം ചികിത്സിക്കാവുന്ന പുതിയ 2 ആശുപത്രികളാണ് 10 ദിവസത്തിനുള്ളിൽ ചൈനയിൽ ഒരുങ്ങുന്നത്. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിലാണ് 2 ആശുപത്രികളും നിർമ്മിക്കുന്നത്. വൈറസ് ബാധിതർക്കായി പുതിയ ആശുപത്രി എന്നത് ചൈനക്കാരെ സംബന്ധിച്ച് അത്ര പുതിയ ആശയമല്ല. 2003-ൽ സാർസ് രോഗം പടർന്നു പിടിച്ചപ്പോൾ വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ് സിയോ താങ്ഷാൻ എന്ന പുതിയ ഒരു ആശുപത്രി ബെയ്ജിംഗിൽ കെട്ടിപ്പൊക്കിയത്. അതേ പാത പിന്തുടർന്നാണ് ഹുബോഷൻ, ലീഷൻഷാൻ എന്നീ 2 പുതിയ ആശുപത്രികളുടെ നിർമ്മാണം. വുഹാനിലെ കെയ്ഡിയൻ ജില്ലയിൽ നിർമ്മിക്കുന്ന ആദ്യ ആശുപത്രിയുടെ നിർമ്മാണ നടപടികൾക്ക് പ്രാരംഭം കുറിച്ചത് ജനുവരി 25-നാണ്. ഫെബ്രുവരി 1 പണി പൂർത്തിയാക്കി ഫെബ്രുവരി 3 പ്രവർത്തനം ആരംഭിക്കാനാണ് പദ്ധതി. 1500 തൊഴിലാളികൾ അഹോരാത്രം ഇതിനായി പ്രവർത്തിക്കുന്നു. 25,000 സ്ക്വയർ മീറ്ററുള്ള ആശുപത്രിയിൽ 1000 കിടക്കകൾ ഉണ്ടാവും. ജിയാൻസിയ ജില്ലയിലെ 2ാമത്തെ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. 2000 തൊഴിലാളികളാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്നത്. ഫെബ്രുവരി 5 നിർമ്മാണം പൂർത്തിയാക്കും. ആശുപത്രിക്കുള്ള സ്ഥലമേറ്റെടുപ്പും നിരപ്പാക്കലും കെട്ടിടം പണിയും തുടങ്ങിയത് വെറും ഒരാഴ്ച കൊണ്ട്. ആശുപത്രി നിർമ്മാണത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വീക്ഷിക്കുന്നത്.
ഇന്റർനാഷണൽ ഡെസ്ക് 24. ഒരു വളരെ പ്രധാന വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ നടക്കാവ് ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെ അപകടമുണ്ടായിരിക്കുന്നു. പടക്കം ആളുകളിലേക്ക് തെറിച്ച് നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. ഇതാണ് തൃപ്പൂണിത്തുറയിൽ നടക്കാവ് ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട്. ഈ വെടിക്കെട്ടിനിടെയാണ് അപകടമുണ്ടായത്. വെടിക്കെട്ടിൽ നിന്ന് ചില ഭാഗങ്ങൾ കാണികളിലേക്ക് തെറിച്ചു വീണാണ് അപകടമുണ്ടായത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നടക്കാവ് ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനിടെ അപകടം. 14 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഘട്ടത്തിലാണ് വെടിക്കെട്ട് ഉദ്ദേശിച്ച പോലെയല്ലാതെ തെറിച്ച് കാണികളുടെ ഭാഗത്തേക്ക് വീഴുന്നത്. സുധീഷ ചേരുന്നു. സുധീഷ, ഈ ദൃശ്യത്തിന്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നേരത്തെ നിശ്ചയിച്ചതുപോലെ അല്ലാതെ വെടിക്കെട്ട് കാണികളുടെ ഭാഗത്തേക്ക് ചിതറിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സംഭവിച്ചത്? അരുൺകുമാർ, ഏതാണ്ട് 9 മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത്. തൃപ്പൂണിത്തുറ നടക്കാവിലെ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇന്ന് വെടിക്കെട്ട് നടന്നത്. ഏതാണ്ട് 250 മീറ്ററിലധികം വിട്ടായിരുന്നു ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 250 മീറ്റർ അകലത്തിലേക്ക് ഈ മുകളിലേക്ക് പൊട്ടി കതിന അതിന്റെ ചില ഭാഗങ്ങൾ തെറിച്ച് വീഴുകയായിരുന്നു. തുടർന്നാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഏതാണ്ട് 17ഓളം പേർക്ക് അപകടം പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ 14 പേരെയാണ് ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്ന ആളടക്കം ഏതാണ്ട് 15 പേരായിരിക്കുന്നു ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം. ഇതിൽ ഒരാളുടെ നില വഷളായതിനെ തുടർന്ന് കലൂരുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒരാളെ മാറ്റിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ 14 പേരെയാണ് ഈ ആളടക്കം 15 പേരെയാണ് ഇപ്പോൾ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത്. ആരുടെയും തന്നെ നില ഗുരുതരമല്ല. ഇപ്പോൾ പറഞ്ഞ ഒരാളുടെ നില ഒഴിച്ച് ബാക്കി ആരുടെയും തന്നെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 14 പേർക്കാണ് ഏതായാലും അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഒരാളുടെ നില ഒഴിച്ച് ബാക്കി ആരുടെയും തന്നെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ ആളുകളെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കാണികൾ ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് അടുത്തേക്ക് വന്നതാണോ, അതല്ല നിശ്ചയിച്ചതുപോലെ അല്ലാതെ വെടിക്കെട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഭാഗത്തു നിന്ന് ഈ വെടിമരുന്ന് കാണികളിടയിലേക്ക് തെറിച്ചു വീണതാണോ? അരുൺകുമാർ, അത് തീർച്ചയായും ആളുകൾ 250 മീറ്ററിലധികം ദൂരത്തിലായിരുന്നു ആളുകൾ നിലയുറപ്പിച്ചിരുന്നത്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് വെടിക്കെട്ട് നടത്തിയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള അപാകതയും അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ ആ ഭാഗങ്ങളൊക്കെ തന്നെ തൃപ്പൂണിത്തുറ നടക്കാവ് ക്ഷേത്രത്തിൽ ഈ അപകടം സംഭവിച്ച ഭാഗങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തുകയും എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ 250 മീറ്ററിൽ അധിക ദൂരത്തേക്ക് കതിന പൊട്ടി അതിന്റെ ഭാഗങ്ങൾ ചിതറിത്തെറിച്ചത് മൂലമാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ആളുകൾ നിലയുറപ്പിച്ചിരുന്ന ഭാഗത്തേക്ക് ഈ ഒരു കതിനയുടെ പൊട്ടിയ പടക്കങ്ങളുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ ചിതറിത്തെറിച്ചുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 15 പേരെയായി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ കൂടുതൽ വാഹനങ്ങൾ, ആംബുലൻസ് അടക്കമുള്ള ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാളുടെ നില മാത്രമാണ് നിലവിൽ ഗുരുതരമുള്ളത്. ഇയാളെ കലൂരെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് ഏത് ആശുപത്രിയിലേക്കാണെന്നുള്ളത് അടക്കം ഇവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. ഏതായാലും കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും 9 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആളുകളിൽ ഈ വെടിക്കെട്ട് കാണാൻ നിന്നിരുന്ന ആളുകളുടെ ഇടയിലേക്ക് വെടിക്കെട്ടിന്റെ അംശങ്ങൾ ചെന്ന് തെറിച്ചതാണ് ഇന്നത്തെ ഈ ഒരു അപകടത്തിന് കാരണം. മറ്റു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ അപാകതകളെ കുറിച്ചുള്ള ഒരു കാര്യവും തന്നെ ഇത്രയും നേരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. വരുന്നവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രതികരണങ്ങൾ എടുക്കാൻ കഴിയുമോ? എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവരെന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ? ഈ 14 പേരെന്ന് നമ്മൾ പറയുമ്പോൾ ഇനിയും ആളുകളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. കണക്ക് 14 എന്നുള്ളത് തന്നെയാണോ പോലീസ് പറയുന്നത്?
തീർച്ചയായും അതെ. നിലവിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ തൊട്ടു മുന്നേ എത്തിച്ച ആളടക്കം 15 പേരായിട്ടുണ്ട് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ കൂടെ വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആംബുലൻസിൽ എത്തിയ ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവരോട് നമുക്ക് സംസാരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ എത്തിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരുമാണ് ഇപ്പോൾ എത്തിയ ആള് 15ാമത്തതാണ് എന്നുള്ള കണക്ക്. തൊട്ടു മുന്നേ 14 ആയിരുന്നു, ഇപ്പോൾ എത്തിയ ആളടക്കം 15 എന്നുള്ള കണക്ക് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ബാക്കി സംബന്ധിച്ച കാര്യങ്ങൾ ഇവരുടെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് കൃത്യമായി ഈ നമുക്ക് ലഭിച്ച വിവരപ്രകാരമുള്ള കാര്യങ്ങൾ, അതായത് കതിന പൊട്ടിത്തെറിച്ചത് ഈ 250 മീറ്ററിലധികം ദൂരത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആളുകളിലേക്ക് തെറിച്ചു വീഴുക തന്നെയായിരുന്നോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൂടുതൽ ആളുകൾ, അതായത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ ഈ ഒരു ഉത്സവപ്പറമ്പിലുണ്ടായിരുന്ന ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തിയെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള വ്യക്തത വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആംബുലൻസിൽ അവരുടെ കൂടെ വന്നവരോട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് അവർ എത്തി ഇവിടെ ആളുകളെ ഇറക്കുന്നു, അതേപടി തിരിച്ചു പോകുന്നു. നമ്മളിപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ചാണ് 250 മീറ്ററിൽ അധികം ദൂരത്തിലേക്ക് ഈ കതിന പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ മുകളിലേക്ക് തെറിച്ച കതിനയാണ് ഈ 250 മീറ്റർ ദൂരത്തിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് വീണത്. ഇതാണ് അപകട കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഒരാളുടെ നിലയൊഴിച്ച് ബാക്കി ആരുടെയും നില ഗുരുതരമല്ല. കൂടുതൽ ആളുകളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഫോളോ അപ്പിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഒരാളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. 15 പേരെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവരുടെ നില ഗുരുതരമല്ല എന്നാണ് സുധീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് രാത്രി 9 മണിയോടെയായിരുന്നു തൃപ്പൂണിത്തുറ നടക്കാവ് ക്ഷേത്രത്തിൽ കതിന 250 മീറ്ററിലധികം ദൂരത്തേക്ക് തെറിച്ചു വീണ് കാണികളിടയിലേക്ക് തെറിച്ചു വീണ് ഈ അപകടമുണ്ടായത് എന്നാണ് സുധീഷ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനം സാധ്യമാകുമെന്ന് വിശദീകരിച്ച മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിലാണ് ഇത്തരത്തിൽ സത്യവാങ്മൂലം നൽകിയത്. വിശ്വാസമനുസരിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നിഷേധിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കി. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ മതസംഘടനകൾ അനുകൂല നിലപാടുമായി രംഗത്തെത്തുകയാണ്. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇന്ന് സുപ്രീം കോടതിക്ക് സമർപ്പിച്ച സത്യവാങ്മൂലം മതവിശ്വാസികളായ സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം നിഷിദ്ധമാണെന്ന വാദത്തെ നിരാകരിക്കുന്നതാണ്. മുസ്ലിം മതാചാരങ്ങൾ അനുസരിച്ചോ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരമോ സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം നിഷിദ്ധമല്ല. പണ്ഡിതരായ നിരവധി പേർ ഇക്കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും സംഘടന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഏതെങ്കിലും സാഹചര്യത്തിൽ പള്ളിപ്രവേശനം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അനിസ്ലാമികമാണ്. വിശ്വാസികളായ ആർക്കും ലിംഗഭേദമന്യേ പ്രാർത്ഥിക്കാനുള്ള അവകാശം ഇസ്ലാം മതം നൽകുന്നുണ്ട്. സ്ത്രീകളുടെ പള്ളിപ്രവേശനം വഴി മുസ്ലിം മതത്തെ പ്രാകൃതമെന്ന് വരുത്തി തീർക്കാനുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് അവസാനമാകുമെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കുന്നു. സർക്കാർ നിയന്ത്രിത സ്ഥാപനമല്ലെങ്കിലും മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് സമുദായത്തിനിടയിൽ വലിയ പ്രചാരമാണുള്ളത്. 24 ഡൽഹി. നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ. പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിനെ വിളിച്ചത് കരാർ പ്രകാരമുള്ള പണം ലഭിക്കാനാണ്. ദിലീപ് തെറ്റായ വാദമുയർത്തി വിചാരണ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും സർക്കാർ കുറ്റപ്പെടുത്തി. കേസിൽ പ്രത്യേകമായി വിചാരണ വേണമെന്ന ദിലീപിന്റെ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നാളെ തുടങ്ങും. പൾസർ സുനി തന്നെ ജയിലിൽ നിന്നും ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇര താനാണെന്നും ഈ കേസ് പ്രത്യേകമായി വിചാരണ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിലാണ് പ്രോസിക്യൂഷൻ കോടതിയെ നിലപാട് അറിയിച്ചത്. സുനിൽകുമാർ ദിലീപിനെ ജയിലിൽ നിന്നും ഫോൺ വിളിച്ചത് കരാർ പ്രകാരമുള്ള പ്രതിഫലം ചോദിച്ചാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഇത് ഭീഷണിപ്പെടുത്തിയുള്ള ഫോൺ സന്ദേശമായിരുന്നില്ല, ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇക്കാര്യം പ്രത്യേക കേസായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കോടതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് ദിലീപ് ശ്രമിക്കുന്നത്. പൾസർ സുനി ദിലീപിനെ ഭീഷണിപ്പെടുത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ ദിലീപിനെ പൾസർ സുനി വിളിച്ചു ഭീഷണിപ്പെടുത്തിയെന്ന ഭാഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ കോടതി കുറ്റം ചുമത്തി കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ സംഭവിച്ച സാങ്കേതിക പിഴവാണ് ഒന്നാം പ്രതി ദിലീപിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇത് ഒന്നുകിൽ കോടതിക്ക് സ്വമേധയാ തിരുത്താം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ അന്വേഷണ സംഘമോ ഇതിനായി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ജയിലിൽ വെച്ച് ഗൂഢാലോചന നടത്തി പണത്തിനായി ഭീഷണിപ്പെടുത്തിയെന്ന ദിലീപിന്റെ പരാതിയിൽ പൾസർ സുനി, 9ാം പ്രതി സനിൽകുമാർ എന്ന മേസ്ത്രി സനിൽ, 10ാം പ്രതി വിഷ്ണു എന്നിവർക്കെതിരെ മറ്റൊരു കേസെടുത്തിരുന്നു. ഈ കേസ് പ്രത്യേകം പരിഗണിക്കണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം.
ദിലീപിന്റെ ഹർജി നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. 24 കൊച്ചി. നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ വൈകും. പ്രതികളിൽ ഒരാളായ വിനയ് ശർമ്മ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയ സാഹചര്യത്തിലാണ് വധശിക്ഷ വൈകുക. അതേസമയം രാഷ്ട്രപതി ദയാഹർജി തള്ളിയത് ചോദ്യം ചെയ്ത് മുകേഷ് സിംഗ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഫെബ്രുവരി 1 പ്രതികളുടെ വധശിക്ഷ നടപ്പാക്കാൻ വാറണ്ട് പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. വിനയ് ശർമ്മ ഇന്ന് സമർപ്പിച്ച പുതിയ ദയാഹർജിയിൽ രാഷ്ട്രപതി തീരുമാനമെടുത്തതിനു ശേഷം 14 ദിവസത്തിനു ശേഷമേ വധശിക്ഷ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ പ്രതികളിൽ ഒരാളായ മുകേഷ് കുമാർ സമർപ്പിച്ച ദയാഹർജി രാഷ്ട്രപതി നിരസിച്ചിരുന്നു. രാഷ്ട്രപതിയുടെ നടപടി പുനഃപരിശോധിക്കുന്നതിന് മുകേഷ് കുമാർ സമർപ്പിച്ച ഹർജിയും ഇന്ന് സുപ്രീം കോടതി തള്ളി. എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ ഭാഗമാണത്. ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കി. വധശിക്ഷയ്ക്കെതിരെ മറ്റൊരു പ്രതി അക്ഷയ് കുമാർ സിംഗ് സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി സമർപ്പിച്ചു. 24 ഡൽഹി. മണൽവാരൽ നിയമം ലംഘിക്കുന്നവർക്ക് പിഴ കുത്തനെ കൂട്ടാൻ മന്ത്രിസഭാ തീരുമാനം. പിഴ നിലവിലെ 25,000-ൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്താനുള്ള നിയമ ഭേദഗതിയുടെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കണ്ടുകിട്ടുന്ന മണൽ ലേലം ചെയ്ത് വിൽക്കും. സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. അനധികൃത മണൽവാരൽ നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ. നിലവിലെ കേരള നദീതീര സംരക്ഷണവും മണൽവാരൽ നിയന്ത്രണവും നിയമപ്രകാരം അനധികൃത മണൽവാരലിന് പിഴ 25,000 രൂപയാണ്. ഇത് 5 ലക്ഷം രൂപയായി ഉയർത്താൻ നിയമ ഭേദഗതിക്കാണ് മന്ത്രിസഭാ തീരുമാനം. തുടർച്ചയായ നിയമലംഘനത്തിന് ഓരോ ദിവസത്തേക്കും അധികമായി ചുമത്തുന്ന പിഴ 1000 രൂപയിൽ നിന്ന് 50,000 രൂപയായി വർദ്ധിപ്പിക്കും. നിലവിലുള്ള നിയമപ്രകാരം കണ്ടുകെട്ടിയ മണൽ പൊതുമരാമത്ത് വകുപ്പ് നിശ്ചയിക്കുന്ന നിരക്കിൽ നിർമ്മിതി കേന്ദ്രത്തിന് അഥവാ കലവറയ്ക്ക് വിൽക്കേണ്ടതാണ്. അതുമാറ്റി കണ്ടുകെട്ടിയ മണലിന്റെ മതിപ്പുവില ജില്ലാ കളക്ടർ നിശ്ചയിച്ച് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ലേലത്തിലൂടെ വിൽപ്പന നടത്താൻ കരട് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. മുൻ വർഷത്തേക്കാൾ 2000 കോടി രൂപയുടെ കുറവോടെ 30,600 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം കുറയില്ല. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 10 മണിക്ക് ആരംഭിച്ച ന്യൂസ് ട്രാക്ക് 170 ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 38 പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലുണ്ട്. ആ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്ക് കേരളത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായ കഥയാണ് അടുത്തത്. പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനൊരു യുവാവിന് പോലീസ് ക്ലിയറൻസ് നിഷേധിച്ചിരിക്കുന്നു. തൊഴിൽ സംരംഭത്തിന് പോകുന്നതിൻ്റെ ഭാഗമായി ആലുവ പോലീസിൻ്റേതാണ് നടപടി. ആലുവ കടുപ്പാടം സ്വദേശി അനസിനാണ് ജോലിക്കായുള്ള പോലീസ് ക്ലിയറൻസ് നിഷേധിച്ചത്. എന്നാൽ ഇത് സ്വാഭാവിക നടപടികളുടെ ഭാഗമാണ് എന്നാണ് പോലീസിന്റെ വിശദീകരണം. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ജോലിക്കായാണ് ആലുവ കടുപ്പാടം സ്വദേശി അനസ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ക്ലിയറൻസിനുള്ള അപേക്ഷ നൽകിയത്. എന്നാൽ ഒരു പെറ്റി കേസ് പോലുമില്ലാത്ത അനസിന് പോലീസ് ക്ലിയറൻസ് നൽകാൻ തയ്യാറായില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനാൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ ക്ലിയറൻസ് നൽകാനാകൂ എന്നായിരുന്നു വിശദീകരണം. തരാൻ ബുദ്ധിമുട്ട് നാളെ വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വെച്ച് കിട്ടുമെന്ന് എന്നെ പറഞ്ഞ് പേടിപ്പിച്ചതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ അങ്ങനെ എഴുതി വെച്ചേക്കണോണ്ട് ജൂനിയർ സാറുമാർക്ക് അത് ഇഷ്യൂ ചെയ്യാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കത് അടുത്ത സ്റ്റെപ്പ് എല്ലാവരും അറിയിച്ച് തുടർന്ന് ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടുകയും യുവാവിന് പോലീസ് ക്ലിയറൻസ് നൽകാത്തതിൽ പ്രതിഷേധമുയരുകയും ചെയ്തു. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തണം. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ശിക്ഷണ നടപടി സ്വീകരിക്കണം. എന്നാൽ സ്വാഭാവിക നടപടികളുടെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തത് അന്വേഷിക്കണമെന്ന് അപേക്ഷയിൽ രേഖപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. വിഷയം വിവാദമായതോടെ സംഭവം അന്വേഷിക്കാമെന്നും നാളെ തന്നെ പോലീസ് ക്ലിയറൻസ് നൽകുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ആലുവ റൂറൽ SP വ്യക്തമാക്കി. 24 കൊച്ചി. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിനെയും ഡൽഹി MLA പർവേഷ് വർമ്മയെയും താരപ്രചാരകരുടെ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കി. ഇത് സംബന്ധിച്ച നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP നേതൃത്വത്തിന് അയച്ചു. ഇരുവരും വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു ഇരുവരുടെയും വിദ്വേഷ പ്രസംഗം. ഷഹീൻബാഗിലെ പ്രതിഷേധക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി മക്കളെയും സഹോദരിമാരെയും ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമെന്നായിരുന്നു വിവാദ പ്രസ്താവന.
ജനതാദൾ യുണൈറ്റഡിലെ ഉന്നത നേതൃത്വത്തിനിടയിൽ ദിവസങ്ങളായി നിലനിന്ന വാക്പോര് അച്ചടക്ക നടപടിയിൽ കലാശിച്ചു. പാർട്ടി വൈസ് പ്രസിഡന്റ് പ്രശാന്ത് കിഷോറിനെയും പവൻ വർമ്മയെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പുറത്താക്കൽ നടപടിയെ സ്വാഗതം ചെയ്ത് പ്രശാന്ത് കിഷോർ ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേര നിലനിർത്താൻ നിതീഷ് കുമാറിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു. ഏതാനും ദിവസങ്ങളായി പട്നയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ പ്രചരിച്ച അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ സ്ഥിരീകരണം. JDU അധ്യക്ഷൻ കൂടിയായ നിതീഷ് കുമാർ തന്നെ പ്രശാന്ത് കിഷോറിനും പവൻ വർമ്മയ്ക്കും പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള വഴി ഇന്ന് തുറന്നുകൊടുത്തു. ഇരുവരുടെയും പേരിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ആരോപിച്ചിട്ടുള്ളത്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇരുവരും പാർട്ടി നിലപാടിന് വിരുദ്ധപക്ഷത്താണ് നിലയുറപ്പിച്ചിരുന്നത്. രണ്ടുപേരും പരസ്യമായി നിതീഷ് കുമാറിനെ വിമർശിച്ചു. കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോറും നിതീഷ് കുമാറും തമ്മിൽ പരസ്യമായ വാക്പോരും നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പുറത്താക്കൽ നടപടി. അമിത്ഷാ പറഞ്ഞിട്ടാണ് പ്രശാന്ത് കിഷോറിനെ JDU-വിൽ ഉൾപ്പെടുത്തിയതെന്ന് നിതീഷ് കുമാർ ആവർത്തിച്ചു. എന്നാൽ തന്നെ പുറത്താക്കിയതിൽ നിതീഷ് കുമാറിന് നന്ദി പറഞ്ഞ് പ്രശാന്ത് കിഷോർ രംഗത്തെത്തി. ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേര നിലനിർത്താൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പ്രശാന്ത് കിഷോർ ട്വിറ്ററിൽ ആശംസിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ലോക ബാഡ്മിന്റൺ താരം സൈന നെഹ്വാളും സഹോദരി ചന്ദ്രാൻഷുവും BJP-യിൽ ചേർന്നു. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് BJP അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. രാജ്യത്തിന്റെയും കായിക രംഗത്തിന്റെയും പുരോഗതിക്കായി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സൈന നെഹ്വാൾ പറഞ്ഞു. BJP ആസ്ഥാനത്ത് ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. BJP-യിൽ ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അംഗത്വം സ്വീകരിച്ച ശേഷം സൈന പറഞ്ഞു. ഖേലോ ഇന്ത്യ ഉൾപ്പെടെ മോദി സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ കായിക രംഗത്ത് ഏറെ ഗുണം ചെയ്യുമെന്നും സൈന കൂട്ടിച്ചേർത്തു. नरेंद्र सर ने हमारे जो स्पोर्ट्स के लिए भी बहुत अच्छा कर रखा है. खेलो इंडिया जो ऐसा प्रोग्राम है जहाँ पे काफ़ी हद तक खिलाड़ी पार्टिसिपेट करते हैं और जो भी जीतते हैं उनको बड़े बड़े अकेडमीज़ में ज्वाइन होने का मौका मिलता है और अपने नेशनल्स और कंट्री के लिए खेलने के लिए मौका मिलता है. രാഷ്ട്രീയത്തിൽ ചേർന്നെങ്കിലും കായിക രംഗത്ത് തുടരുമെന്നും സൈന അറിയിച്ചു. എന്നാൽ മറ്റു രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് സൈന തയ്യാറായില്ല. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്നതും ശ്രദ്ധേയമാണ്. 24, ഡൽഹി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ സമാപനം കുറിച്ച് ബീറ്റിംഗ് ദ റിട്രീറ്റ് സെറിമണി നടന്നു. സൈനിക, അർദ്ധസൈനിക, പോലീസ് വിഭാഗങ്ങൾ സംഗീത വിരുന്നൊരുക്കി. ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ അബീദ് വിത്ത് മീ പ്രതിഷേധത്തെ തുടർന്ന് ഉൾപ്പെടുത്തിയിരുന്നു. സൂര്യാസ്തമയത്തിനു മുമ്പേ യുദ്ധം അവസാനിപ്പിക്കാൻ മുഴക്കുന്ന ഭാത്യാഘോഷത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ്. കരനാവിക വ്യോമസേനകളും വിവിധ പോലീസ് വിഭാഗങ്ങളും സംഗീതം പൊഴിച്ചുകൊണ്ട് വിജയ് ചൗക്കിൽ അണിനിരന്നു. ദേശഭക്തി ഉദ്ഘോഷിക്കുന്ന ഈണങ്ങൾ, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് ക്രിസ്തീയ ഭക്തിഗാനം അബേഡ് വിത്ത് മീ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിൽ ആ ഗാനവും ഉൾപ്പെടുത്തി. വന്ദേമാതരം അടക്കമുള്ള കൂടുതൽ ഇന്ത്യൻ ഗാനങ്ങളും ചടങ്ങിൽ വായിച്ചു. സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർക്ക് പുറമെ വിവിധ സൈനിക മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു. 24, ഡൽഹി. കിങ് ജോർജിനും കൂടി പ്രിയപ്പെട്ട ഗാനമായിരുന്നു. ഗാന്ധിക്കൊപ്പം തന്നെ ന്യൂസിലൻഡിനും ഓസ്ട്രേലിയയിലും സമാനമായ രീതിയിൽ മിലിറ്ററിയിൽ ഈ അബീദ് വിത്ത് മീ ആലപിക്കാറുണ്ട്. വിവാദമായിരുന്നു, പക്ഷേ അതിനുശേഷം ഒടുവിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. കോടതിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവിലേക്ക് കൂടിയാണ്. മുൻകൂർ ജാമ്യത്തിന് സമയപരിധി ഇല്ലെന്ന് സുപ്രീം കോടതി. വിചാരണയുടെ അവസാനം വരെ മുൻകൂർ ജാമ്യം തുടരാം.
വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ജാമ്യാപേക്ഷയെന്നും ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. അതേസമയം 5 അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് എസ് രവീന്ദ്ര ഭട്ട് പ്രത്യേകം വിധിയെഴുതി. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം സംബന്ധിച്ച സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. കോടതി സമൻസ് അയക്കുന്നതോടെ മുൻകൂർ ജാമ്യം അവസാനിക്കില്ല. വിചാരണയുടെ അവസാനം വരെ തുടരാം. ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ കോടതിക്ക് തീരുമാനിക്കാം. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക്, തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യത തുടങ്ങിയവ കണക്കിലെടുക്കണം. ഓരോ കേസിൻ്റെയും സ്വഭാവം അനുസരിച്ച് കോടതികൾക്ക് ജാമ്യ വ്യവസ്ഥകൾ വയ്ക്കാം. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല. മുൻകൂർ ജാമ്യം കേസ് അന്വേഷിക്കാനുള്ള പോലീസിന്റെ അധികാരത്തെ ചുരുക്കില്ലെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. 24 ഡൽഹി. LDFിന്റെ മനുഷ്യമഹാശൃംഖലയിൽ പ്രാദേശിക നേതാവ് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷം. പരിപാടിയിൽ പ്രാദേശിക നേതാവ് പങ്കെടുത്തത് വലിയ കാര്യമാക്കേണ്ടതില്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP. കൂടിയാലോചനകൾക്ക് ശേഷമുള്ള സംയുക്ത സമരമാകാമെന്നും ET മുഹമ്മദ് ബഷീർ MP കോഴിക്കോട് പറഞ്ഞു. ഇടതുമുന്നണി സംഘടിപ്പിച്ച മനുഷ്യമഹാശൃംഖലയിൽ കുരുങ്ങുകയാണ് ലീഗ് നേതൃത്വം. നേതാക്കൾ ഇക്കാര്യത്തിൽ 2 തട്ടിലാണെന്നത് കൂടുതൽ പ്രകടമായി. ET മുഹമ്മദ് ബഷീർ MP ഇന്ന് നിലപാട് വ്യക്തമാക്കിയതോടെ നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ തികഞ്ഞ അഭിപ്രായ ഭിന്നതയുണ്ടെന്നുള്ളതാണ് പുറത്തുവന്നത്. പ്രാദേശിക നേതാക്കൾ മനുഷ്യശൃംഖലയിൽ പങ്കെടുത്തത് കാര്യമാക്കേണ്ടതില്ല എന്ന നിലപാടാണ് ET മുഹമ്മദ് ബഷീർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. ഇനി എന്തെല്ലാം വേണമെന്നെങ്കിലും ഒരു ഓപ്പൺ ഡിസ്കഷനൊക്കെ വന്നിട്ട് അത് ആലോചിക്കാമെന്നല്ലാതെ അന്ന് ചെയ്ത് തെറ്റായി ഇപ്പോൾ പറയുമ്പോൾ നമ്മളെന്താവും, നിങ്ങളും വളരെ സജീവമായിട്ടുള്ള വാർത്തകൾ കിട്ടാൻ നിൽക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് കൊടുന്നാൽ പിന്നെ ഇതിൻ്റെ മൊന ഒടിയുന്ന ഒരു സാഹചര്യം. ആ സൗദ്ദേശം കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞതിനോട് മടിയുണ്ടായിട്ടില്ല. സോ താങ്ക് യു വെരി മച്ച്. ഇതേ നിലപാടായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ആദ്യ ദിനത്തിൽ തന്നെ പ്രകടിപ്പിച്ചത്. എന്നാൽ അതിനെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് ശക്തമായി നിലപാടെടുത്തു. മാത്രവുമല്ല, മുസ്ലിം ലീഗ് ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് KM ബഷീറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ MLAയും ഇക്കാര്യത്തിൽ കൂടുതൽ കടുത്ത നിലപാടാണ്. ലീഗ് ജില്ലാ നേതൃത്വവും ഇക്കാര്യത്തിൽ ബഷീറിനെതിരായ നിലപാടെടുത്തു. ഇതിനുശേഷവും ET മുഹമ്മദ് ബഷീർ ഈ പ്രശ്നം കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ലീഗ് നേതൃത്വത്തിൽ കടുത്ത അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നതായാണ് വ്യക്തമാകുന്നത്. ഏതായാലും CPMന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി സംഘടിപ്പിച്ച മനുഷ്യശൃംഖല ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ലീഗ് നേതൃത്വത്തിന് തലവേദനയാവുകയാണ്. വിഭാഗീയത ഓരോ ദിവസവും പുറത്തെത്തുമ്പോൾ. 24 കോഴിക്കോട്. കൊച്ചി ബ്യൂട്ടി പാർലർ മാനേജർ വിജയ് ശ്രീധരനെ കൊലപ്പെടുത്തിയ പ്രതി ചണ്ഡി രുദ്ര പിടിയിൽ. സെക്കന്ദരാബാദിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇയാളെ നാളെ കൊച്ചിയിലെത്തിക്കും. ഇക്കഴിഞ്ഞ 25-നാണ് ഇടച്ചിറയിലുള്ള മസ്കി ബ്യൂട്ടി പാർലർ മാനേജറായിരുന്ന വിജയ് ശ്രീധരനെ പാർലറിലെ ജീവനക്കാരനായിരുന്ന ചണ്ഡി രുദ്ര കുത്തിക്കൊലപ്പെടുത്തിയത്. മദ്യപിച്ച ശേഷം ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബ്യൂട്ടി പാർലറിലെ ജീവനക്കാർ ഒരുമിച്ച് താമസിച്ചിരുന്ന തെങ്ങോട്ടുള്ള വീട്ടിൽ വെച്ചാണ് വിജയെ ചണ്ഡി രുദ്ര കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതി ചണ്ഡി രുദ്രയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇയാൾ നാട്ടിലേക്ക് കടന്നുവെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫോ പാർക്ക് SI ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം സെക്കന്ദരാബാദിലേക്ക് വ്യാപിപ്പിച്ചത്. ഇവിടെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ചണ്ഡി രുദ്ര പോലീസ് പിടിയിലായത്. നാളെ രാവിലെ കൊച്ചിയിലെത്തിക്കുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. 24 കൊച്ചി. ഇനി നമുക്ക് മറ്റു വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ നോക്കാം. ന്യൂസ് ഇൻ ബ്രീഫ്. ഡൽഹിയിലെ ഷഹീൻബാഗിൽ പ്രക്ഷോഭം നടത്തുന്നവരോടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. സമരം നടത്തുന്നവരോടും മുൻവിധികളില്ല, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാണെന്നും നിയമമന്ത്രി പറഞ്ഞു. നിയമപരമായ ഗർഭചിത്രത്തിനുള്ള സമയപരിധി ഉയർത്തി. ഗർഭം ധരിച്ച ദിനം മുതൽ 24 ആഴ്ച വരെ നിയമപരമായി ഗർഭചിത്രം നടത്താം. നിലവിൽ ഇത് 20 ആഴ്ചയാണ്. ഇതിനായി വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നിയമനിർമ്മാണം നടത്തും. കള്ളപ്പണക്കേസിൽ പ്രവാസി വ്യവസായിയും ഹോളിഡേ ഗ്രൂപ്പ് ഉടമയുമായ CC തമ്പിക്ക് ജാമ്യം. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം കെട്ടിവയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ മദ്യവിൽപ്പനശാലയായ ടാസ്മാക്കിന് 6500 കോടി പിഴയിട്ട് ആദായ നികുതി വകുപ്പ്. നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി.
മുത്തൂറ്റിലെ തൊഴിൽ തർക്കം പരിഹരിക്കാൻ കൊച്ചിയിൽ ചേർന്ന മൂന്നാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. ചർച്ചയിൽ ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഫെബ്രുവരി 6-ാം തീയതി വീണ്ടും പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തും. കോഴിക്കോട് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത അലനെയും താഹയും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയക്കുമെന്ന് അലൻ താഹ മനുഷ്യാവകാശ സമിതി. ഫെബ്രുവരി 12-ന് നിയമസഭയ്ക്ക് മുന്നിൽ സാംസ്കാരിക മതിൽ തീർക്കുമെന്നും സമിതി അറിയിച്ചു. മെട്രോ മിക്കിക്ക് ഒരു രക്ഷക വന്നു അല്ലേ? അതെ, അത് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത. അത് എത്രത്തോളം വൈറലായി അല്ലേ? ഒരു പൂച്ച മെട്രോയിൽ കുടുങ്ങിയതോടെ. കൊച്ചി മെട്രോ തൂണിൽ നിന്ന് രക്ഷപ്പെട്ട മെട്രോ മിക്കി എന്ന പൂച്ച ഇനി സുരക്ഷിതമായ കരങ്ങളിൽ. എറണാകുളം സ്വദേശിനി റിഷാനയാണ് മെട്രോ മിക്കി ഏറ്റെടുത്തത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് പൂച്ചയെ SPCA റിഷാനയ്ക്ക് കൈമാറിയത്. 6 ദിവസം മെട്രോ തൂണിൽ കഴിച്ചുകൂട്ടിയ പൂച്ചയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം തന്നെ വേണ്ടിവന്നു പൂച്ചയെ താഴെ ഇറക്കാൻ. രക്ഷപ്പെട്ട അന്നു മുതൽ തന്നെ പൂച്ചയ്ക്കായി നിരവധി ആളുകളും രംഗത്തെത്തി. ചിലർ പൂച്ച തങ്ങളുടേതാണെന്ന് വരെ വാദിച്ചു. ഇതിനൊക്കെ ഒടുവിലാണ് ആവശ്യക്കാരുടെ പട്ടികയിൽ നിന്ന് എറണാകുളം സ്വദേശിനിയും മോഡലുമായ റിഷാനയ്ക്ക് കൈമാറാൻ SPCA തീരുമാനിച്ചത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കൈമാറ്റ ചടങ്ങിൽ ആളുകൾ തടിച്ചുകൂടിയതോടെ മെട്രോ മിക്കി അങ്കലാപ്പിലായി. തന്റെ പുതിയ ഉടമയെ മൈൻഡ് ചെയ്യാനൊന്നും മിക്കി നിന്നില്ല. തന്നെ അടച്ച കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാനായിരുന്നു മെട്രോ മിക്കിയുടെ ശ്രമം. എത്ര വികൃതി ഉണ്ടെങ്കിലും മിക്കി തനിക്കൊപ്പം ഇണങ്ങുമെന്നാണ് റിഷാന പറയുന്നത്. ഇതിന്റെ ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു അറിവരെ കണ്ടപ്പോഴേക്കും എനിക്ക് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ തോന്നിയത്. കർശന നിബന്ധനകളോടുകൂടിയാണ് മൃഗസംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന SPCA പൂച്ചയെ റിഷാനയ്ക്ക് കൈമാറിയിരിക്കുന്നത്. നിരവധി പേർ മെട്രോ മിക്കിക്കായി രംഗത്തെത്തിയിരുന്നു. ഇത് വൈറലായപ്പോൾ ഇതിന് നിരവധി ആൾക്കാരാണ് വന്നിരുന്നത്. നിരവധി ആൾക്കാർ ചിലവർ ഇത് അവരുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കോളുകൾ വന്നു. റിഷാനയുമായി മിക്കി ഇണങ്ങിയോ എന്നത് പരിശോധിക്കാൻ അടുത്ത ദിവസങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതർ റിഷാനയുടെ വീട്ടിലെത്തുന്നുണ്ട്. അബ്ദുൾ റഹീം, 24 കൊച്ചി. കിഫ്ബിയുടെ വാർത്തയിലേക്ക്. കിഫ്ബിയുടെ കേരള നിർമ്മിതിയിൽ ജനത്തിരക്കേറുന്നു. കേരളത്തിന്റെ പൊതുവായ വികസനത്തിൽ കിഫ്ബിയുടെ ആവശ്യകത എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് കേരള നിർമ്മിതിയുടെ കാസർഗോഡ് പതിപ്പിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ D. സജിത് ബാബു പറഞ്ഞു. വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അടക്കം നിരവധി ആളുകളാണ് പരിപാടിയിൽ എത്തുന്നത്. കേരള നിർമ്മിതിയുടെ കാസർഗോഡ് പതിപ്പ് വികസന മുരടിപ്പ് നേരിട്ട ജില്ലയ്ക്ക് കിഫ്ബിയിലൂടെ മുന്നേറാനുള്ള പദ്ധതികളാണ് കേരള നിർമ്മിതിയിൽ ചർച്ച ചെയ്യുന്നത്. ചർച്ചകൾക്ക് പുറമെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് നയിക്കുന്ന പ്രശ്നോത്തരിയും ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ടവയായിരുന്നു. സംഘാടകരുടെ പ്രതീക്ഷ പോലെ കേരള നിർമ്മിതിയിൽ ജനത്തിരക്കേറുകയാണ്. ഞങ്ങൾക്ക് ജനങ്ങളുടെ പങ്കാളിത്തത്തിൽ ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അസ്ഥാനത്താക്കുന്ന രീതിയിലാണ് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിട്ടുള്ളത്. കേരള നിർമ്മിതിയിൽ ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും കിഫ്ബി വഴി നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ MLA-മാർ അവതരിപ്പിക്കും. ഇവയ്ക്ക് പുറമെ ജില്ലയിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട 10 പദ്ധതികൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക സമിതി മുന്നോട്ട് വെക്കും. 3 ദിവസങ്ങളായി നടക്കുന്ന പരിപാടി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുമെന്നാണ് പ്രതീക്ഷ. കിഫ്ബി പദ്ധതികളെ പൊതുജനങ്ങൾക്ക് അടുത്തറിയാനായി ഒരുക്കിയ പ്രദർശന സ്റ്റാളുകളും സജീവമാണ്. 24 കാസർഗോഡ്. ഇന്ന് പ്രഭാതത്തിൽ സഭ പ്രക്ഷുബ്ധമായിരുന്നു. പക്ഷേ പ്രക്ഷുബ്ധമായ പ്രതിഷേധം കൊണ്ട് വളരെ ചൂടുപിടിച്ച സഭാതലത്തിൽ നിന്ന് രസകരങ്ങളായ ചില കാഴ്ചകൾ കൂടി ഞങ്ങളുടെ ക്യാമറാമാൻമാർ പകർത്തിയിട്ടുണ്ട്. അല്ലമീൻ്റെ റിപ്പോർട്ടും ഈ തമാശ നിറഞ്ഞ കാഴ്ചകളോടും കൂടി ന്യൂസ് ട്രാക്ക് 1/7 ഇവിടെ അവസാനിക്കും. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി കൂടി നേരും. റിപ്പോർട്ട് നമസ്കാരം. കടലാസുരഹിത സഭയ്ക്ക് തുടക്കം കുറിക്കുന്നുവെന്നതാണ് ഈ സമ്മേളനകാലത്തെ പ്രത്യേകതകളിലൊന്ന്. അതുകൊണ്ടുതന്നെ മന്ത്രിമാർക്കും സഭാംഗങ്ങൾക്കും ഡിജിറ്റൽ സംവിധാനം പരിചയപ്പെടുത്തലാണ് ആദ്യ നടപടി. ബെല്ല് മുഴങ്ങി. അപ്പോൾ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? പന്നാം കട്ട ക്ലച്ച് കുഴിച്ചിടുമ്പോ ഗിയർ വലിച്ചു എടുക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്ന തലമുടി പണ്ടാറടിക്കാൻ ശേഷം. കൺഫ്യൂഷൻ ആയല്ലോ. പഠനം കഴിഞ്ഞാൽ പിന്നെ ചില ബിരുദന്മാർക്ക് ക്ലാസ്സിലിരുന്നുറങ്ങുന്ന ശീലം പതിവാണ്. അതിന് സ്കൂളായാലും നിയമസഭയായാലും ശരി.
കുസൃതിക്കുടുക്കുകളായ ചിലർ പരസ്പരം തൊട്ടും തലോടിയും കെട്ടിപ്പിടിച്ചും സൗഹൃദം ഊട്ടിയുറപ്പിക്കും. ചങ്ക് സുഹൃത്തുക്കളാണെങ്കിൽ ഒപ്പമുള്ളവന് കൊടുത്തിട്ടേ എന്തും കഴിക്കൂ. ക്ലാസുകൾ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനിടെ വഴിയിൽ കാണുന്നതിനെയൊക്കെ കൗതുകത്തോടെ സമീപിക്കുന്നവരും കുറവല്ല. കടലാസ് രഹിത സഭയെന്ന് പറഞ്ഞെങ്കിലും ഗവർണർ നയപ്രഖ്യാപനം പേപ്പറിൽ നോക്കിയാണ് വായിച്ചത്. അതിനു പക്ഷേ കാരണമുണ്ട്. കലാശപ്പോരിനിടയിലും കൗതുക കാഴ്ചകൾ ക്യാമറ കണ്ണിലൂടെ കണ്ട ക്യാമറ ടീമിനൊപ്പം അൽ അമീൻ, 24 തിരുവനന്തപുരം. അഭിമാനത്തിന്റെ ഒരു വർഷം.